ഹായ് ഫ്രണ്ട്സ്, പി കെ ലേണിംഗ്സ് മലയാളം വൊക്കാബുലറി ഷോർട്ട് സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പരിഭാഷയാണ്. പരിഭാഷയുടെ 2 ഭാഗങ്ങൾ ഇതിനോടകം നമ്മൾ കഴിഞ്ഞു. അത് കാണാത്തവർ ഉറപ്പായും ആ 2 ഭാഗവും കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. എ റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ്. ഇതിന്റെ പരിഭാഷ എന്താണ്? ഉരുളൻ കല്ലിൽ പായൽ പിടിക്കില്ല. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ഇതിന്റെ പരിഭാഷ എന്താണ്? എരുതിയിൽ എണ്ണയൊഴിക്കുക. എരുതിയിൽ എണ്ണയൊഴിക്കുക അല്ലെങ്കിൽ എരുതിയിൽ എണ്ണ പകരുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. An idle brain is the devil's workshop. An idle brain is the devil's workshop. Idle brain. Idle brain എന്ന് പറഞ്ഞാൽ എന്താണ്? അലസന്റെ ബുദ്ധി അല്ലേ? അലസന്റെ ശിരസ് ചെകുത്താന്റെ പണിപ്പുരയാണ് അല്ലെങ്കിൽ പണിശാലയാണ് എന്ന് നമുക്ക് പറയാം. Art is long and life is short. Art is long and life is short. കല അനശ്വരമാണ്, ജീവിതം നശ്വരമാണ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. കുരയ്ക്കും പട്ടി കടിക്കില്ല. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും. ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും. ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ് വെൽ. ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ് വെൽ. ഇതിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ യോജിക്കാൻ പറ്റിയ പഴഞ്ചൊല്ലാണ് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. കടം വാങ്ങിക്കുന്ന വസ്ത്രങ്ങളല്ലേ, നമുക്ക് ഒരിക്കലും സ്യൂട്ട് ആവണമെന്നില്ല. അതായത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഇസ് ഹോട്ട്. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഇസ് ഹോട്ട്. കാറ്റുള്ളപ്പോൾ പാറ്റുക. കാറ്റുള്ളപ്പോൾ പാറ്റുക. അതായത് യോജിച്ച അവസരം വരുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഇസ് ഹോട്ട്. കവേർഡ്സ് ഡൈ മെനി ടൈംസ് ബിഫോർ ദെയർ ഡെത്ത്. ഭീരുക്കൾ പലവട്ടം മരിക്കുന്നു. ധീരന് മരണം ഒന്നേ ഉള്ളൂ. Don't count your chickens before they hatch. Don't count your chickens before they hatch. ഇതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്ന പഴഞ്ചൊല്ല് ഇരിക്കും മുൻപ് കാല് നീട്ടരുത്. ഇരിക്കും മുൻപ് കാല് നീട്ടരുത് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മതിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലും ഇതിനോട് ചേരുന്നതായിരിക്കാം. സാധാരണഗതിയിൽ PSC എക്സാംസിൽ പരിഭാഷയായിട്ട് പ്രോവർബ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പഴഞ്ചൊല്ലിനോട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ഏതാണോ കൂടുതൽ യോജിക്കുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോ ഈ ഒരു പഴഞ്ചൊല്ലാണെങ്കിൽ നമുക്ക് ഇരിക്കും മുമ്പ് കാല് നീട്ടുക എന്ന ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. അതേസമയം മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മതിക്കരുത് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അതും നമുക്ക് യോജിക്കുന്നതാണ്. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. അതിന്റെ മലയാളം പരിഭാഷ വിരിയുന്നതിന് മുന്നേ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ എണ്ണാൻ പാടില്ല അല്ലേ. അതായത് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ പ്രീ ഡിറ്റർമിനേഷൻ അതിങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ആ ഒരു സെൻസിൽ വരുന്ന പഴഞ്ചൊല്ലുകൾ നമുക്ക് ഇതിനോട് ഉപമിക്കാം. കെയർ കിൽസ് ദ കാറ്റ്. കെയർ കിൽസ് ദ കാറ്റ്. കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ കൊല്ലുക. കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ കൊല്ലുക. ക്രൈയിങ് ചൈൽഡ് ഗെറ്റ് മിൽക്സ്. ക്രൈയിങ് ചൈൽഡ് ഗെറ്റ് മിൽക്സ്. ഇതിന്റെ പരിഭാഷ എന്താണ്? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഡോണ്ട് കട്ട് യുവർ നോസ് ടു സ്യൂട്ട് യുവർ ഫേസ്. ഡോണ്ട് കട്ട് യുവർ നോസ് ടു സ്യൂട്ട് യുവർ ഫേസ്. എലിയെ കൊല്ലാൻ ഇല്ലം ചുടരുത്. എലിയെ കൊല്ലാൻ ഇല്ലം ചുടരുത്. എംപ്റ്റി വെസൽ മേക്സ് ദ മോസ്റ്റ് സൗണ്ട്. എംപ്റ്റി വെസൽ മേക്സ് ദ മോസ്റ്റ് സൗണ്ട്. ഇതിന്റെ പരിഭാഷ എന്താണ്? കൊള്ളയായ പാത്രം വലിയ ഒച്ചയുണ്ടാക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം വാചാടോപം മൂഢത്വം. വാചാടോപം മൂഢത്വം അല്ലെ.